നമസ്കാരം. ജൂൺ മാസത്തിന് തുടക്കം കുറിക്കുന്നതായ സാഹചര്യത്തിൽ ചില രാശിക്കാർക്ക് ഗുണകരവും ചില രാശിക്കാർക്ക് ദോഷകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഗുണദോഷ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്നതായ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ അഥവാ ജീവിത നേട്ടങ്ങളിലേക്ക് കുതിക്കുന്നതായ രാശിക്കാരുണ്ട്. ജൂൺ മാസത്തിൽ ചില രാശിക്കാർക്ക് നേട്ടങ്ങൾ ഇരട്ടിയാകും എന്ന് മാത്രമല്ല ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുക കൂടി ചെയ്യും. അത്തരത്തിൽ നേട്ടങ്ങൾ ഇരട്ടിക്കും എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങളാണ് ഇവരെ തേടിയെത്തുക. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ എഴുതി വധിക്കുക, അല്ലെങ്കിൽ ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന ജൂൺ മാസം വളരെയധികം അവിശ്വസനീയമായ കാര്യങ്ങൾ, ഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. പല രീതിയിലും നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ കരിയറുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളാകാം. അത്ഭുതപ്പെടുത്തുന്നതായ മാറ്റങ്ങൾ കരിയർ, തൊഴിൽ, ബിസിനസ് പരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി തീരാവുന്നതുമാണ്. അത് സാമ്പത്തിക കാര്യങ്ങളിൽ ചിന്തിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് പല വിധത്തിലും നഷ്ടങ്ങൾക്ക് കാരണമായി തീരാം. കൂടാതെ താൽക്കാലികമായ ജോലിയാണ് എങ്കിൽ പോലും മറ്റു ജോലികൾ തേടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുകയും അതിൽ വിജയം കാണുകയും ചെയ്യാം. ആരോഗ്യ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായ സമയം തന്നെയാകുന്നു. ജീവിതത്തിൽ പല മാറ്റങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അത് തൊഴിൽപരമാണ് എങ്കിലും ബിസിനസ് പരമാണ് എങ്കിലും അത്തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായ ഒരു സമയമായി തന്നെ മാറാം. സന്തോഷകരമായ പല മാറ്റങ്ങളും നേട്ടങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നതായ സമയം കൂടിയാകുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളും നിങ്ങൾക്ക് മികച്ചതായി തീരുന്ന സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിലും അനുകൂലമായ ചില കാര്യങ്ങൾ കടന്ന് വരാവുന്നതാണ്. പല ധന സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. സഹായം കൂടുതലായും ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. പ്രതീക്ഷിക്കുന്നതായ ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുക, അത്തരം കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളും നിങ്ങൾക്കുണ്ട്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല മാറ്റങ്ങളും ജീവിതത്തിൽ പ്രകടമാകുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. സ്ഥിരമായ വരുമാന മാർഗങ്ങൾ വന്നു ചേരുകയോ ധനപരമായ കാര്യങ്ങളിൽ അല്പം പ്രയാസങ്ങൾ നേരിടേണ്ടതായി വന്നാലും സഹായങ്ങൾ ലഭിക്കുക, പ്രതീക്ഷിക്കുന്ന ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിക്കാതെ പല സഹായങ്ങളും ലഭിച്ചു എന്ന് വരാം. ഭാഗ്യം പല കാര്യങ്ങളിലും നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ആരോഗ്യ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായ സമയം കൂടിയാണ് വന്നു ചേരുക. ചില രോഗദുരിതങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ, സമാധാനപൂർണമായ അന്തരീക്ഷങ്ങൾ കടന്നു വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും മികച്ചതായ നേട്ടങ്ങൾ വന്നു ചേരാം. കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക, കുടുംബത്തിലെ തർക്കങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഗൃഹദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമാകുന്ന
സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുന്നതായ സമയം തന്നെയാകുന്നു. പൊതുവിൽ ജൂൺ മാസം നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യങ്ങൾ നടക്കുക അല്ലെങ്കിൽ അനുകൂലമായ ഗുണാനുഭവങ്ങൾ വന്ന് ചേരാവുന്ന ഒരു മാസം തന്നെയാകുന്നു. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസം അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഗുണാനുഭവങ്ങൾ പല കാര്യങ്ങളിലും വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. കൂടാതെ വ്യാഴത്തിന്റെ അനുകൂലമായ സ്ഥാനം നിങ്ങൾക്ക് പല വിധത്തിലും അനുകൂലമായ ഫലങ്ങൾ നൽകാം. യാത്ര, പഠനം, ഗുണകരമായ മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കരിയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്താം. ധനപരമായ നേട്ടങ്ങളിലേക്ക് നയിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പുതിയ ആശയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. മികച്ചതായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. സൗഹൃദത്തിലും മികച്ചതായ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്താം. കൂടാതെ ഈ സമയം പല വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുക, ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ചില വ്യക്തികൾ മൂലം നിങ്ങൾക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാണ്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. എന്നാൽ ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. തൊഴിൽപരമായി ചില പ്രയാസങ്ങൾ വന്നു ചേരുകയും മറ്റൊരു തൊഴിൽ തേടുകയും അത് അനുകൂലമായി തീരുകയും ചെയ്യാം. അത്തരത്തിൽ കാര്യങ്ങളെ നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി ഘട്ടമാണ് എങ്കിലും മനസ്സിരുത്തി ചിന്തിക്കുന്നതിലൂടെ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന സമയം കൂടിയാകുന്നു. കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാണ്. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ്. കർക്കിടകം രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ ഒരു മാസമായി തന്നെ മാറാം. കൂടാതെ ഈ സമയം കുടുംബത്തിന്റെ സന്തോഷം, സമാധാനം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും കുടുംബത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുക, കുടുംബത്തിന്റെ ആവശ്യം നിറവേറ്റുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. കൂടാതെ പല സംശയപൂർണമായ കാര്യങ്ങളും ഒഴിവാക്കുക, ആശയക്കുഴപ്പങ്ങൾ നീക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ധനനേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ആരെയും ആശ്രയിക്കാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാണ് വന്നു ചേരുക. ഈ സമയം പ്രധാനമായും ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ, സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തണം. എങ്കിലും പൊതുവിൽ ഈ മാസം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്ന അഥവാ ധനപരമായ ആവശ്യങ്ങളുണ്ട് എങ്കിൽ പോലും നിറവേറ്റുവാൻ സഹായങ്ങളോ അല്ലെങ്കിൽ മറ്റു വഴികളോ തേടിയെത്തുന്ന മാസമായി തന്നെ മാറാം. കന്നിരാശി. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ഉത്തരം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ അംഗീകാരവും സന്തോഷവും തേടിയെത്തുന്നതായ സമയമാണ്. കലാരംഗവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ആരോഗ്യം മികച്ചതായി തീരാം. പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കും. പാതി വഴിയിൽ നിർത്തിയതായ ജോലി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പുനരാരംഭിക്കുവാൻ സാധിക്കും. സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് വന്നു ചേരാം. പല കോണിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ, വരുമാനം നിങ്ങളെ തേടിയെത്താം. ബിസിനസ് പരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സാമ്പത്തിക നേട്ടങ്ങൾ കടന്നു വരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം നിങ്ങളുടെ കൈവശം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ കടന്നു വരിക, സാമ്പത്തികമായ സഹായങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക മുന്നേറ്റങ്ങൾ നടത്തുക, താൽക്കാലികമായ തൊഴിലാണ് എങ്കിലും ലഭിക്കുക,
തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഈ സമയം പ്രത്യേകമായ ശ്രദ്ധ പുലർത്തുക. ഗൃഹവുമായി ബന്ധപ്പെട്ട വിഷമതകൾ പരിഹരിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് വന്നു ചേരുക. ഗൃഹദോഷങ്ങൾ ഒരു പരിധിവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ഉത്രം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാകുന്നു. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാണ്. ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രധാനമായും പല മാറ്റങ്ങൾ അപ്രതീക്ഷിതമായി കടന്നു വരാം. ആരോഗ്യ കാര്യങ്ങൾ മികച്ചതായി തീരാം. സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാണ്. ആരോഗ്യ കാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഒഴിവായി കിട്ടും, അഥവാ ആശയക്കുഴപ്പങ്ങൾ നീക്കുവാൻ സാധിച്ചു എന്ന് വരാം. സന്തോഷകരമായ ചില നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ, ശുഭവാർത്തകൾ തേടിയെത്തുക, സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് കൈത്താങ്ങാകുന്ന പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായ സമയം കൂടിയാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ധനപരമായ നേട്ടങ്ങളിലേക്കും സന്തോഷകരമായ നിമിഷങ്ങളിലേക്കും നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഈ സമയം പ്രധാനമായും വാക്തർക്കങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ശ്രമിക്കുകയാണ് എങ്കിൽ പല പ്രശ്ന പരിഹാരങ്ങളും കണ്ടെത്തുവാൻ സാധിക്കും. ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. പലവിധ സഹായങ്ങൾ ലഭിക്കുക, വായ്പ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക, അത്തരം കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. പൊതുവിൽ ജൂൺ മാസം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതും, ശ്രമിക്കുകയാണ് എങ്കിൽ പുതിയ ജോലി ലഭിക്കുവാൻ അല്ലെങ്കിൽ താൽക്കാലികമായ ജോലി ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള മാസം കൂടിയാകുന്നു.